ഇടുക്കി ഉടുമ്പൻചോലയിൽ സിപിഎം ഭീഷണിപ്പെടുത്തി പണപ്പിരിവ് നടത്തിയതായി ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് സിപിഎം. ഏലത്തോട്ടം മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ വിദേശ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിൽ നിന്നും നിർബന്ധിതമായി പണപ്പിരിവ് നടത്തുന്നതായാണ് ആരോപണമുയർന്നത്. കഴിഞ്ഞ ദിവസം ഏലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 5 സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. തൊഴിലാളികളെ മർദ്ദിച്ച സംഭവത്തിൽ സിപിഎം ഉടുമ്പൻചോല ലോക്കൽ സെക്രട്ടറി അനീഷ്, ഡിവൈഎഫ്ഐ നേതാവ് നിസാം, പാർട്ടി അനുഭാവികളായ മുത്തുരാജ്, പെരുമാൾ, ചെല്ലദുരൈ എന്നിവർക്കെതിരെയാണ് ഉടുമ്പൻചോല പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയും കുവൈറ്റിൽ വ്യവസായിയുമായ ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ജെസി പ്ലാന്റേഷനിലെ തൊഴിലാളികൾക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. 2 വർഷം മുമ്പാണ് ജേക്കബ് ഉടുമ്പൻചോല നമരിയിൽ ഏലത്തോട്ടം വാങ്ങിയത്. അന്നു മുതൽ സിപിഎം നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നതായാണ് മാനേജ്മെന്റിന്റെ ആരോപണം. എല്ലാ വർഷവും 1 ലക്ഷം രൂപ വീതം പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്നും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് 1 ലക്ഷം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടു. ഭീഷണിയും നിർബന്ധിത പിരിവും തുടർന്നതോടെ മാനേജ്മെന്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ജോലികൾ നടക്കുന്നതിനിടെ സിപിഎം പ്രവർത്തകർ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും പിന്നീട് ഉടുമ്പൻചോല ടൗണിൽ വെച്ച് തൊഴിലാളികളെ മർദ്ദിക്കുകയുമായിരുന്നു. ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയന്റെ CHUവിന്റെ 4 തൊഴിലാളികൾ പെർമനന്റ് ആയിട്ടുള്ളതാണ്. ഇവർ തോട്ടം മേടിച്ച കാലം മുതൽ ഈ 4 തൊഴിലാളികളെ ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസം മുന്നേ ഒരു തൊഴിലാളിക്ക് നോട്ടീസ് കൊടുത്ത് ആ തൊഴിലാളിയെ ഒഴിവാക്കപ്പെട്ടു. ഒഴിവാക്കിയെന്ന് പറയുമ്പോഴും ആ തൊഴിലാളിക്ക് സർവീസ് കൊടുക്കുകയോ മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ ചെയ്തു. ഇപ്പോൾ 3 തൊഴിലാളിക്ക് വീണ്ടും നോട്ടീസ് കൊടുത്തു. ആ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാതെ പുറത്തു നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന് പണി ചെയ്യിക്കുന്നതിന് വേണ്ടി പരിശ്രമം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ യൂണിയൻ സ്വാഭാവികമായി എതിർക്കും. മാനേജ്മെന്റ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി പ്രതികരിച്ചു. നിലവിൽ CIT യൂണിയനിൽ അംഗമായ തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഇവരെ അകാരണമായി പിരിച്ചുവിട്ട് കോൺഗ്രസ് യൂണിയൻ ആക്കുവാനുള്ള ശ്രമങ്ങളാണ് മാനേജരും ഉടമയും ചേർന്ന് നടത്തുന്നത്. ലേബർ ഓഫീസിൽ നേരിടാം, അത് നിയമപരമായി മറ്റ് സമരമാർഗങ്ങൾ ഞങ്ങൾ അവലംബിക്കുന്നു. ഞങ്ങൾ അനിശ്ചിതകാല സമരം എസ്റ്റേറ്റ് പഠിക്കൽ ആരംഭിക്കും. ആ അനിശ്ചിതകാല സമരം ആരംഭിച്ചാൽ നിലയിൽ ഞങ്ങളുടെ വിജയം കാണുന്നിടം വരെ ഞങ്ങളുടെ സമരം, ഞങ്ങൾ 100, 150, 200 ദിവസം സമരം ചെയ്ത് പാരമ്പര്യമുള്ള ആളുകളാണ്. ഞങ്ങൾ ഉടുമ്പൻചോലത്തെ പാർട്ടി അതിനുള്ള ശേഷിയും അതിനുള്ള പാരമ്പര്യം ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്തരത്തിലുള്ള സമരത്തിലേക്ക് മാറും. അവർക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ സമ്മതമാണെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ചർച്ചയ്ക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നിലയിൽ ഈ കാര്യത്തിൽ ഒരു മാനേജ്മെന്റിനെയും ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിനെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമില്ല. തൊഴിലാളിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികൾ നിയമപരമായി നേരിടും. വീണ്ടും തൊഴിലാളി ദ്രോഹ നടപടികൾ മാനേജ്മെന്റ് തുടർന്നാൽ എസ്റ്റേറ്റിന് മുമ്പിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും CIT തൊഴിലാളികൾ അറിയിച്ചു. യോഗനാഥം ന്യൂസ്, ഇടുക്കി.